ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു പൊതുവായ കാര്യമുണ്ട്. സമ്പന്നന്മാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ സമ്പത്ത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതേസമയം ദരിദ്രരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെ ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കാണാം. പലപ്പോഴും എല്ലാ മനുഷ്യന്മാർക്കും പിടികിട്ടാത്തൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് സമ്പന്നന്മാരുടെ കയ്യിലെ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു, പാവങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അല്പമുണ്ടെങ്കിൽ അതും കൂടി അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നു? എന്താണ് അതിൻ്റെ റീസൺ എന്ന് പല ആളുകളും പല രീതികളിലും നമുക്ക് അതിനുള്ള ഉത്തരം തന്നിട്ടുണ്ടായി. പല ധർമ്മഗ്രന്ഥങ്ങളിലും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടായി. എന്നാൽ എവിടെയും തന്നെ ഇത്ര വ്യക്തമായിട്ടുള്ള ഒരു നിർണയം ഡയറക്റ്റായിട്ട് നമുക്ക് ആരും പറഞ്ഞിരുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഈ അടുത്തിടെയായിട്ട് ഒരുപാട് തത്വചിന്തകരായിട്ടുള്ള ആളുകൾ അവരതിനെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തിരിച്ചറിഞ്ഞ ഒരു മഹത്തായ രഹസ്യമുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അവർക്ക് എന്തുണ്ടോ അതിന് നന്ദി പറയുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടതായിട്ടൊരു നാടൻ ചൊല്ല് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോവുകയാണ്. തന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പടച്ചോൻ തന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ എൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. തന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും. ഇത് ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് നിങ്ങൾ നോക്കി നോക്കിയേ. ന്യൂട്ടൺ നിയമത്തിൽ എന്താ പറയുന്നത്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിരിക്കുന്ന പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. താങ്ക്സ് എന്ന് വെച്ചാൽ അർത്ഥം നന്ദി എന്നർത്ഥം. അപ്പോൾ അങ്ങോട്ട് നന്ദി പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് റിസീവിങ് എന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരിക്കുന്ന ആ ഒരു കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ, കുറച്ച് ഹെൽത്ത് മോശമാകുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി, അയ്യോ എൻ്റെ കാലുവേദനയാണ്, അയ്യോ എൻ്റെ കൈവേദനയാണ്, അയ്യോ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് അയ്യോ 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 എന്നുള്ള വിചാരത്തോടു കൂടി എത്ര തവണ നമ്മുടെ ഹെൽത്ത് മോശമായതിനെക്കുറിച്ച് നമുക്ക് പരാതി വരുന്നുണ്ടോ അത്രയും നമ്മുടെ ഹെൽത്ത് വീണ്ടും 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 മോശമായിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ എങ്കിൽ ഈ പൈസ എനിക്ക് ഒന്നിനും തികയില്ല, ഒരു സാധനം വാങ്ങാൻ നോക്കി അയ്യോ അതിനും വിലയ്ക്ക് തികയില്ല, അയ്യോ ഇതിനും തികയില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇല്ലായ്മയെ ഓർമ്മിച്ചുകൊണ്ട് കഷ്ടം വിഷമം നമ്മൾ പ്രകടിപ്പിക്കും തോറും പരാതി പറയും തോറും സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന എനർജി ഇല്ലായ്മയുടെ എനർജിയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇല്ലായ്മയുടെ കാര്യത്തെ എത്ര ഓർമ്മിക്കുന്നുണ്ടോ ഇല്ലായ്മ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അതേസമയം എനിക്ക് 50 രൂപ വേണ്ട ഒരു സമയത്ത് 5 രൂപ എൻ്റെ കയ്യിലുണ്ട്, 5 രൂപ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഇനി 45 ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഭഗവാനെ 5 രൂപ തന്നതിനേ താങ്ക്സ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക്. സ്വാഭാവികമായിട്ടും ആ 45 രൂപ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടോ അതിന് നന്ദി പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടാത്ത ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് മടുപ്പുണ്ടാക്കുന്ന ജോലിയാണ്, എനിക്ക് മടുപ്പുണ്ടാക്കുന്ന ജോലിയാണ്, എനിക്ക് ഇങ്ങനെ ഒന്നായിരുന്നു ഞാൻ എൻ്റെ ഡ്രീമിൽ ഞാൻ കണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ആ ഡ്രീമിനെ ജോലിയെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കയ്യിലുള്ള ജോലിയെ നമ്മൾ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് കാര്യമാവട്ടെ, ഒരു റിലേഷൻ കുറച്ച് എന്തെങ്കിലും ഒരു തകരാറ് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും കഷ്ടമായിപ്പോയി, ഇനി ഇത് എവിടെ എത്തിച്ചേരുക എന്നറിയില്ല, എനിക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിധിയും തോന്നുന്നുണ്ട്, എല്ലാ ലോകത്തും ഇങ്ങനെ നടക്കുന്നത്, ഈ രീതിയിൽ എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും ഒരല്പം മോശമായി തുടങ്ങുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള പരാതിയും സങ്കടവും വിഷമങ്ങളുമായിട്ട് മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിൽ നിങ്ങൾ പരാതി പറയുന്നുണ്ടോ ആ കാര്യം നിങ്ങൾ നകന്നകന്നു പോയിക്കൊണ്ടിരിക്കും. ഏത് കാര്യത്തിൽ നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ ആ കാര്യം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കയ്യിൽ പൈസയുണ്ട്, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആ കിട്ടുന്ന കാര്യത്തിന് ഉള്ളത് എന്താണോ, നമ്മളൊരു കൊച്ചു വീട്ടിലായിരിക്കാൻ താമസിക്കുന്നുണ്ടാവുക, എന്നാലും നമുക്ക് കയറിക്കിടക്കാനൊരു ഇടമുണ്ടല്ലോ, നമുക്ക് ഉറങ്ങാനൊരു സ്ഥലമുണ്ടല്ലോ, ആഹാരം ഇരുന്ന് കഴിക്കാനൊരു ഇടമുണ്ടല്ലോ, എൻ്റെന്ന് പറഞ്ഞ് കയറിക്കിടക്കാൻ എനിക്കൊരു ഇടമുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് എനിക്ക് എല്ലാ സുഖങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ, എനിക്ക് കിടക്കാൻ വീടുണ്ട്, ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ സ്ഥലമുണ്ട്, എന്നെ സ്നേഹിക്കാൻ ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്നതായിട്ടുള്ള ആ സാറ്റിസ്ഫാക്ഷൻ്റെ വൈബ്രേഷൻ നമുക്ക് എത്ര
എത്രത്തോളം നന്ദി ഭഗവാനോട് നമ്മുടെ മനസ്സിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അത്രയും ആ നല്ല വീടെന്ന സ്വപ്നം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉള്ളതിനെ ഏറ്റവും നന്നാക്കി വെച്ചുകൊണ്ട് അതിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സംതൃപ്തി നമുക്ക് കാണാൻ സാധിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു നന്ദിയുടെ വൈബ്രേഷൻ പുറത്തു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നന്ദി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് റിസീവിങ് ആണ്. നിങ്ങൾ എത്ര നന്ദി പറയുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് ആ കാര്യം അട്രാക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രാവിലെ ഉണർന്നാൽ ഗുഡ് മോർണിംഗ് നമ്മൾ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ആ ഗുഡ് മോർണിംഗിൽ പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം ഭഗവാനോട് നന്ദി പറയുകയാണ് വേണ്ടത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സിങ് ഉണ്ട് എങ്കിൽ നമ്മുടെ ലൈഫിൽ ആ തലേദിവസം രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അതിനനുബന്ധമായിട്ട് നിങ്ങൾക്കുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ ഉള്ള കാര്യങ്ങൾ ഒരു 10 കാര്യത്തിന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. രാവിലെ ഉണരുമ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ തന്നതിന് വേണ്ടി ഭഗവാനോട് നിങ്ങൾ നന്ദി പറഞ്ഞു നോക്ക്. ആ കാര്യം വളരെ വേഗം നമ്മുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും ഇത് ചെയ്തു നോക്കാറുണ്ട്. ഒരാളുടെ അടുത്തുനിന്ന് ഒരു കാര്യം എനിക്ക് നടത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് എത്തുകയും മനസ്സിൽ ആ കാര്യം ചെയ്തു തന്നതിന് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും ചെയ്യുമ്പോൾ ഈവൻ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള മൂഡോടുകൂടി ഇരിക്കുന്ന ആളുകൾ പോലും ആ സമയത്ത് അവർ പെട്ടെന്ന് അവരുടെ മൂഡ് ചേഞ്ച് ആവുകയും നമ്മൾ ചെയ്യുന്നതോടുകൂടെ ഒരു വൈബ്രേഷൻ മാറുന്നു, നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു തരുന്നു. ഇങ്ങനെ 100 കണക്കിന് അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ആ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളും ഇന്ന് മുതൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്നതായിരിക്കുന്ന മന്ത്രത്തെ ഉപയോഗിക്കണം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ തന്നതിനെല്ലാം ഭഗവാന്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഈ അളവറ്റതായിരിക്കുന്ന സൃഷ്ടിയിലെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ആ യോഗ്യത ഞാൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇന്ന് മുതൽ ഉണർന്നുടനെ ഭഗവാന്റെ അടുത്ത് നന്ദി പറയുക. ഞാൻ പരമാത്മ മഹാവാക്യത്തിൽ ഒരു ലൈൻ ഓർക്കുകയാണ്. ഭഗവാൻ പറയാറുണ്ട്, നിങ്ങളുടെ പ്രാപ്തികളുടെ ലിസ്റ്റ് നിങ്ങൾ മുന്നിൽ വെക്കൂ, എങ്കിൽ നിങ്ങളിലേക്ക് എല്ലാതും ആകർഷിക്കപ്പെടുമെന്ന്. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിനൊക്കെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഈശ്വരനോട് നന്ദി പറയും. നിങ്ങൾക്ക് വേറെ ഒന്നും കാണാനില്ലേ? കാണാനുള്ള കാഴ്ചയുള്ള 2 കണ്ണ് തന്നല്ലോ, അതിന് നന്ദി. പ്രവർത്തിക്കാൻ വേണ്ടി 2 കൈ തന്നല്ലോ, അതിന് നന്ദി. ആരോഗ്യത്തോടെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചല്ലോ, അതിനും നന്ദി. ഒരു പ്രയാസവും ഇല്ലാതെ ശ്വസിക്കാൻ എന്നെ സഹായിക്കുന്നുണ്ടല്ലോ, അതിനും നന്ദി. ഈ വായു തന്നതിന്, വെള്ളം തന്നതിന്, ഇങ്ങനെ ഒരു കുട തന്നതിന്, എല്ലാത്തിനും നന്ദി പറയൂ. വേണ്ടതെല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ മന്ത്രം താങ്ക്സ് അഥവാ നന്ദി എന്ന ഈ മന്ത്രത്തെ ഉപയോഗിക്കണം. എന്ത് പറയുമ്പോഴും ഈ 2 ലെറ്റർ വാക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു 3 പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങൾ പറയും. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ പ്രിൻ്റ് ആവട്ടെ, പതുക്കെ പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഉറക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് ആകർഷിച്ചു വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.